തന്ത്രി അറസ്റ്റിലായി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ശബരിമലയിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മാത്രം അന്തിമ വാക്കല്ല തന്ത്രി. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശബരിമലയിലെ ഓരോ നീക്കത്തിലും ചടങ്ങുകൾക്കും തന്ത്രിയുടെ കയ്യൊപ്പ് വേണം. ഓരോ തവണ നട തുറക്കുമ്പോഴും തന്ത്രിയുടെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടാകും. മറ്റ് ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസങ്ങളിലാണ് തന്ത്രി എത്തുകയെങ്കിൽ ശബരിമലയിൽ നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്ത്രിക്കും അവകാശങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തിലെ തന്നെ പിതൃസ്ഥാനത്താണ് തന്ത്രി വരുന്നത്. നാഥനും നായകനുമാണ്. തന്ത്രങ്ങളുടെയും മന്ത്രങ്ങളുടെയും മാത്രമല്ല, ഭരണപരമായ കാര്യങ്ങളിലും തന്ത്രിക്ക് വാക്കുണ്ട്. ശബരിമലയിൽ കീഴ്വഴക്കങ്ങളിൽ അധിഷ്ഠിതമായി മാത്രമാണ് ഭരണപരമായ കാര്യങ്ങൾ നടക്കുന്നത്. അവയിൽ മാറ്റം വേണമെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞ വേണം. തന്ത്രിയുടെ അനുമതി കിട്ടാതെ അവിടെ ഒന്നും നടപ്പാക്കാനും കഴിയില്ല. ഈ പരമമായ സത്യത്തിന് മുന്നിൽ നിന്നാണ് ഇപ്പോഴത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം തന്ത്രിയെ ഈ കേസിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ കേസ് തന്നെ ഉപേക്ഷിക്കുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ. തന്ത്രിയുടെ അനുമതിയിൽ തുടങ്ങിയ അറ്റകുറ്റപ്പണിയിൽ നിന്ന് തന്ത്രിയുടെ അറസ്റ്റിൽ എത്തി നിൽക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പോറ്റിയെ കേറ്റിയെ തന്ത്രി. ശബരിമല സ്വർണ്ണപ്പാളി കേസ് പത്രങ്ങളുടെ 1-ാം പേജിൽ നിന്നും അപ്രത്യക്ഷമായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അതിനൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നതും പരിചയപ്പെടുത്തിയതും തന്ത്രി കണ്ഠരര് രാജീവരാണെന്ന എ പത്മകുമാറിന്റെ മൊഴി. ഈ മൊഴി പുറത്തു വന്നതോടെ പത്രങ്ങളെല്ലാം ഈ കേസിന് നൽകുന്ന പ്രാധാന്യം കുറച്ചു. എല്ലാ ദിവസവും 1-ാം പേജിൽ നൽകിയിരുന്ന വാർത്ത ആദ്യ ഉൾപേജുകളിലേക്ക് പോയി. ഒടുവിൽ പ്രധാന പത്രങ്ങളിൽ ഒന്നും ഇല്ലാതായി. സ്വർണ്ണപ്പാളി കേസ് രാഷ്ട്രീയ വഴികളിൽ നിന്നും മാറി സഞ്ചരിക്കുകയാണെന്ന് പലർക്കും സംശയമുണ്ടായി തുടങ്ങി. പ്രതിപക്ഷ നേതാക്കളും കേസിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഏറെക്കുറെ അവസാനിപ്പിച്ചു. BJP നേതാക്കളും കേസ് ഏതു വഴിക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മൗനത്തിലേക്ക് നീങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റി ശാന്തിക്കാരനായിരുന്ന ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ കണ്ഠരര് രാജീവരായിരുന്നു തന്ത്രി. അവിടെ നിന്നാണ് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി കൊണ്ടുവന്നതെന്നാണ് എ പത്മകുമാറിന്റെ മൊഴി. പോറ്റിയെ പരിചയപ്പെടുത്തിയതും തന്ത്രി തന്നെ. ആ പരിചയം കൊണ്ടാണ് പോറ്റിക്ക് ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റിന്റെ മുറി നൽകിയത്. ഇവിടെ ഇരുന്നാണ് പോറ്റി ക്ഷേത്രത്തിലെ വഴിപാടുകളിൽ വരെ ഇടപെട്ടത്. തന്ത്രിയുടെ അടുത്തയാൾ എന്ന നിലയിലാണ് ജീവനക്കാരെ സ്വാധീനിച്ചതെന്നാണ് കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മുറിയിലിരുന്ന് നിർദ്ദേശം നൽകുന്നയാൾ എന്ന നിലയിൽ പോറ്റിക്ക് അങ്ങനെയും ഉണ്ടായി സ്വാധീനം. തന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ആളെന്നായിരുന്നു മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത വിലാസം. വിദഗ്ധമായ കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയൊരുക്കുകയായിരുന്നു. ആ വഴിയിൽ തന്ത്രി അറിയാതെ ഒന്നും നടക്കുമായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും വേണ്ട അനുമതികൾ തന്ത്രി വഴിക്കാണ് എത്തിയത്. 1999 സ്വർണം പൊതിയുന്ന സമയത്തു തന്നെ വാർത്തകളിൽ വന്നൊരു ബന്ധമുണ്ടായിരുന്നു. കണ്ഠരര് രാജീവരരും വിജയ് വല്ലിയും തമ്മിലുള്ള അടുപ്പത്തിൽ നിന്നാണ് ശബരിമലയിലേക്ക് സ്വർണം എത്തിയതെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ. ഇവിടെയാണ് അതിപ്രധാനമായൊരു ചോദ്യം ഉയരുന്നത്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒത്തു പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്ത്രിയിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെട്ടോ? സ്വർണം വിറ്റതിന്റെ ലാഭവിഹിതം തന്ത്രിയിലേക്കാണോ പോയത്? ഇതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് ലഭിക്കാനുണ്ട്. ഒരു കാര്യം തുടക്കം മുതൽ വ്യക്തമായിരുന്നു. കേവലം ഒരു സഹായി മാത്രമായി ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമാന്യത്തിലധികം സ്വാധീനം ശബരിമലയിൽ ഉണ്ടായിരുന്നു. വർഷാവർഷം ഡസൻ കണക്കിന് കീഴ്ശാന്തിമാർ ജോലി ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ഓരോ വർഷവും നിയമിതനാകുന്ന മേൽശാന്തിക്കൊപ്പവും ഒരു പറ്റം ആളുകൾ വന്നു പോകും. ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന ആർക്കും ഉണ്ടാകാത്ത സ്വാധീനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചത്. അതിനുള്ള കാരണം എന്താണ് എന്നായിരുന്നു ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിൽ നിർത്തി തന്ത്രി തന്നെയാണ് പ്രവർത്തിച്ചതെന്നാണ് ഇപ്പോ മനസ്സിലാക്കേണ്ടത്. 2019 വിവാദമായ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി കൊണ്ടുപോയ സന്ദർഭം തന്നെ നോക്കൂ. ആദ്യത്തെ ഫയലിൽ തന്നെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുന്നു എന്നാണ് മുരാരി ബാബു എഴുതിയിരുന്നത്. ഓരോ തവണ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും തന്ത്രിയുടെ നിർദ്ദേശമാണെന്നാണ് ഈ രേഖകളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഇത്രയേറെ സ്വാധീനമുണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പ്രവർത്തിച്ചത് തന്ത്രിയുടെ മാത്രം നിർദ്ദേശം അനുസരിച്ചാണ്. അതുകൊണ്ടാണ് മറ്റുദ്യോഗസ്ഥർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പോലും ചോദ്യം ചെയ്യാൻ കഴിയാതെ പോയതും. തന്ത്രി പറയുന്നതിനപ്പുറം ശബരിമലയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി അറിയാനുള്ളത് നിരവധി വിവരങ്ങളാണ്. ഈ പോറ്റിയുമായി തന്ത്രിയോ എൻ വാസുവോ എ പത്മകുമാറോ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് വ്യക്തമാകാനുള്ള ഒരു കാര്യം. ഇനി പോറ്റിക്ക് കിട്ടിയ പണം മറ്റാർക്കെങ്കിലും പങ്കുവച്ചോ എന്നതും നിർണായകമാണ്.
സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികൾ എന്ന് എ പത്മകുമാർ തിരുത്തി എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്നും വ്യക്തമാകേണ്ടതുണ്ട്. അപ്പോൾ ചെമ്പ് പാളികൾക്ക് മുകളിൽ സ്വർണം പൊതിഞ്ഞിരിക്കുകയായിരുന്നു എന്ന കാര്യം അന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിവുള്ളതാണ്. തന്ത്രി കണ്ഠരര് രാജീവരന് അത് പ്രത്യേകിച്ചും അറിയാവുന്നതാണ്. അന്ന് സ്വർണം വന്നപ്പോൾ തന്നെ അത് രാജീവരരുമായി ബന്ധപ്പെട്ടാണ് വന്നതെന്നായിരുന്നു സംസാരം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ചെമ്പ് പാളികളെന്ന് എഴുതിപ്പോയാൽ ഒപ്പുവയ്ക്കരുതാത്തതുമാണ്. ശബരിമലയിൽ ഇതൊക്കെ സംഭവിച്ചു. അതിന് കാരണം ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സാന്നിധ്യവുമായിരുന്നു. വാതിലുകളുടെ അടിഭാഗം ജീർണിച്ചുവെന്നും അത് മാറ്റണമെന്നും തന്ത്രി കത്തു നൽകി. വാതിൽ മാറ്റിവെച്ചപ്പോൾ പിന്നീട് കട്ടിളപ്പാളികൾക്ക് തിളക്കം പോരെന്ന് ചിലർ പറഞ്ഞതോടെ അത് മാറ്റാനും അനുജ്ഞ നൽകി. ഇവയൊക്കെ മാറ്റാൻ കൊണ്ടുപോയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതും പുറത്ത് പൂജകൾ നടത്തി പണമുണ്ടാക്കിയതും. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, മുൻ കമ്മീഷണർ KS ബൈജു, മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ N വാസു, മുൻ പ്രസിഡന്റ് A പത്മകുമാർ എന്നിവരാണ് കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത്. ദേവസ്വം സെക്രട്ടറി S ജയശ്രീക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാർ, മുൻ കമ്മീഷണർ RG രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ നായർ എന്നിവർ കൂടെയുണ്ട് അന്വേഷണ പരിധിയിൽ. ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത്. ഇവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് ഇനിയും വ്യക്തമായിട്ടുമില്ല. അവിടെയാണ് തന്ത്രിയുടെ അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത്. തന്ത്രി അറസ്റ്റിലാവുക എന്നാൽ മുൻപ് അറസ്റ്റിലായവരുടെ കേസുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുക എന്നാണ്. കാരണം ഇവരെല്ലാവരും ഇത്തരമൊരു നീക്കത്തെ പിന്തുണച്ചെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം. അത് നിഷേധിക്കാൻ കഴിയാത്ത ആരുടെയെങ്കിലും നിർദ്ദേശവുമായിരിക്കണം. തന്ത്രിയുടെ അറസ്റ്റോടെ കേസ് ആരും വിചാരിക്കാത്ത രീതിയിലേക്കാണ് പോകുന്നത്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.